നമസ്കാരം സർ. ജിഹാദി എമ്പുരാനിലെ രാജ്യവിരുദ്ധതയാണ് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാറിൻ്റെ നിലപാട്? സാറിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ആ സിനിമയോടും അതിലെ പരാമർശങ്ങളോടും? ഈ എമ്പുരാൻ എന്നുള്ള സിനിമ ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദുസ്ഥാനെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. അവര് ഉദ്ദേശിച്ചിരുന്നത് ജൂണിൽ പപ്പുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരും, BJP തോറ്റുപോകും, അപ്പോൾ ഒരു ഹിന്ദുക്കളുടെയും ഇന്ത്യയുടെയും തലക്കിട്ടൊരു അടി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അതിന്റെ സ്ക്രിപ്റ്റും ഡയലോഗും എല്ലാം തയ്യാറാക്കിയത്. അതിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാർ ഇൻവോൾവ് ആണ്. അതിന്റെ ലൈറ്റ് മാൻ തുടങ്ങി സംവിധായകൻ വരെയുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഇൻവോൾവ് ആണ്. അവരെല്ലാവരും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ പ്രതികളുമാണ്. അതിൻ്റെ അകത്ത് കുറെ വനിതകളുണ്ട്. BBC സുഡുപ്രിയ, ലേഡി സെൽഫിഷ് സ്റ്റാർ കുഞ്ചു വാരസ്യാർ, അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളും ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട്. ആണുങ്ങൾ മാത്രമല്ല, ഈ ലഫ്റ്റനന്റ് കേണൽ ഹലാലേട്ടൻ അങ്ങനെയുള്ള ഇതിൻ്റെ നേതാക്കന്മാർ വേറെ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ലൈക്ക എന്നും പറഞ്ഞ് ഫ്രാൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്ലോബൽ ഇലൂമിനാറ്റി ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക എന്ന് പറഞ്ഞ് അവർക്ക് ഇന്ത്യയിലും മറ്റു സ്ഥലത്തും അവർക്കെതിരെ പല കേസുകളുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ, തീവ്രവാദത്തിന് ഫണ്ട് ചെയ്തതിൻ്റെ ഉള്ള പേരിലെല്ലാം കേസുകളുള്ള ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ അവസാനം അവര് കൂട്ടുകാരൻ ഗോകുലത്തിന്റെ തലയിലോട്ട് വെച്ച് കെട്ടിയിട്ട് അവർ മുങ്ങി. ഗോകുലം അത്ര ഇന്നസെന്റ് ഒന്നുമല്ല, അയാൾക്ക് ഈ പെരുന്നാളേക്കേണ്ട യാതൊരു ആവശ്യമില്ല, അനാവശ്യമായിട്ടാണ് അയാൾ ഇതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ രംഗത്തും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ രാജ്യവിരുദ്ധ ശക്തികളാണ് ഉള്ളത്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ പടത്തിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഈ പടം ഇന്ത്യ മഹാരാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു സിനിമയല്ല, ഇത് ഇന്ത്യ രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏജൻസികൾ റോ, IP, NIA, മിലിറ്ററി ഇന്റലിജൻസ്, CBI, അങ്ങനെ അനേക ഏജൻസികളുണ്ട് ഇന്ത്യക്ക്. ആ ഏജൻസികളിലെ ആൾക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ, രാജ്യസ്നേഹികളായ ഉദ്യോഗസ്ഥന്മാരെ, ഈ ജിഹാദികൾക്കെതിരെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വധിക്കണം, എന്തുകൊണ്ട് വധിക്കണം, വധിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടാം, അവരെ എങ്ങനെ ഇല്ലാണ്ടാക്കാവുന്നുള്ള തിയറിയും പ്രാക്ടീസും ഐഡിയോളജിയാണ് ഈ പടം മുന്നോട്ട് വെക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇന്ത്യയുടെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം, ഇന്ത്യൻ ഏജൻസികളെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയും ടാർഗറ്റ് ചെയ്യാം, കൊല്ലാമെന്നുള്ള സന്ദേശമാണ് ഈ പടം കൊടുക്കുന്നത്. അത് അതിൻ്റെ അകത്ത് വിഷ്വലായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല ഓഫീസർമാരുടെയും സഹോദരന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഈ പടം കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ഓഫീസറെ ചുമ്മാ വന്ന് തട്ടുന്നു, എന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസികളിലെ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്താനും അവരുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കാനും വേണ്ടിയാണ് മനഃപൂർവ്വം ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു രംഗമേ പാടില്ല. ഇത് ക്രൈം എഗൈൻസ്റ്റ് ദ നേഷൻ, വേജിങ് വാർ എഗൈൻസ്റ്റ് ദ നേഷൻ, ഇതാണ് ക്രൈം. ഇമ്മീഡിയറ്റ് ആയിട്ട് പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യുകയും ഇതിന്റെ ബാക്കി പ്രതികളെ ചോദ്യം ചെയ്ത് ബാക്കി പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇന്ത്യൻ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കടമയാണ്. അതിൻ്റെ അകത്ത് അവരെ ആക്രമിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു കാര്യവും ഇന്ത്യയുടെ ഒരു മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവർ കുറ്റവാളികളുമാണ്. മാത്രമല്ല, ഇന്നിപ്പം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് പുള്ളി ഇതിനെല്ലാം പിന്തുണയ്ക്കുന്നു, ഇതിന്റെ ആൾക്കാരെ എല്ലാം പിന്തുണയ്ക്കുന്നു എന്നാണ്. അപ്പൊ ഈ എമ്പുരാന്റെ യഥാർത്ഥ തന്ത ആരാണ്? കേരളത്തിന്റെ പ്രതിപക്ഷമാണോ, ഇന്ത്യ അലയൻസ് ആണോ, പപ്പു ആണോ, വി.ഡി. സതീശനാണോ? ആരാണ് ഇത് ഉണ്ടാക്കിയത്? ആരാണ് ഈ കഥ ഉണ്ടാക്കിയത്? ആരാണ് ഈ ഐഡിയ കൊടുത്തത്? ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഇതൊരു ഫിലിമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. രാജ്യത്തിന്റെ അകത്ത് ഖിലാഫത്ത് ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ സിനിമ നടത്തുന്നത്. അതിന്റെ പാട്ടും അതിന്റെ കണ്ടന്റും ഒരു മീനിങ്ങും, ഡയറക്റ്റ് മീനിങ്ങും ഇൻഡയറക്റ്റ് മീനിങ്ങും എല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ പേരുകൾ പാകിസ്ഥാൻ ജിഹാദികളുടെ പേരിട്ടാണ് അതിന്റെ ആൾക്കാരെ യഥാർത്ഥ വില്ലന്മാരെ നായകന്മാരാക്കിയും യഥാർത്ഥ നായകന്മാരെ വില്ലന്മാരാക്കിയും ചിത്രീകരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ എലക്ട് ചെയ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരായിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ, കോടതി തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ വീണ്ടും അതിൻ്റെ അകത്ത് ഉന്നയിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയും കമ്മീഷനുകളും ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇന്ത്യയിലെ ദേശീയവാദികൾക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ വീണ്ടും വ്യാജമായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെയും ഇന്ത്യ അലയൻസിന്റെയും ജിഹാദികളുടെയും നറേഷൻസ് വീണ്ടും ഇവർ പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് പോലും നോക്കാനില്ല. രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പിൽ തന്നെ പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യുക, വേണ്ട വിധം ചോദ്യം ചെയ്യുക, ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. കാരണം ഈ ഒരു തിന്മ അനുവദിച്ചാൽ ഇനിയും ഇതുപോലുള്ള പല തിന്മകൾ വരും. ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ ന്യായീകരിക്കുകയും ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയൊക്കെ ദുഷ്ടന്മാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന വ്യാജ സിനിമകൾ ഇറങ്ങും. ഇത് സിനിമയുടെ പേരിലുള്ള ഒരു ആക്രമണമാണ് രാജ്യത്തിന് വേണ്ടി, സിനിമയല്ല. പ്രൊപ്പഗാൻഡ സിനിമയുമല്ല, പ്രൊപ്പഗാൻഡ സിനിമയ്ക്കും അപ്പുറത്താണ്. ഇത് യുദ്ധക്കൊതി പിടിച്ച, കലാപക്കൊതി പിടിച്ച സിനിമയാണ്.
ആൾക്കാരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിൻ്റെ അകത്തെ ആന്തരിക അർത്ഥം, ഈ സിനിമയുടെ ആന്തരിക അർത്ഥം, ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരുടെ ദുഷ്ടബുദ്ധിയെയും കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം. ഓൾറെഡി ജനങ്ങൾക്ക് അത് മനസ്സിലായി. എന്നാൽ തന്നെയും ഇതിന് നിയമ നടപടി ഇവർ നേരിടണം. ഇവർ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും ഇതിന് രക്ഷപ്പെടാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് കട്ട് ചെയ്തു എന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ ഇവർ ഇതിന്റെ 1000 ഇരട്ടി ദുഷ്ടതയാണ് പിടിച്ചു വെച്ചിരുന്നത്. ഈ സെൻസറിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡയലൂട്ടഡ് വേർഷനാണ് വന്നിരിക്കുന്നത്. അതെന്തായിരുന്നു ഇവരുടെ ഒറിജിനൽ പ്ലാൻ എന്തായിരുന്നു? ഇപ്പൊ ഇവരുടെ തന്നെ BBC സുഡുപ്രിയ പറയുന്നത് ഒത്തിരി കട്ടിങ്ങും ഡിസ്കഷനും ഒക്കെ നടത്തി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒറിജിനൽ സാധനം എന്തായിരുന്നു? ഇവർക്ക് പൈസ കൊടുത്തവർ എന്തൊക്കെയാണ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റിനെതിരെയും ഹിന്ദുസ്ഥാനെതിരെയും ഇവർ ആവശ്യപ്പെട്ടിരുന്നത്? എന്തുകൊണ്ടാണ് അതൊക്കെ മാറിയതും മറിഞ്ഞതും? അപ്പൊ ഇതെല്ലാം കേന്ദ്രം അന്വേഷിക്കണം. കാരണം ഇവര് ഈ പടത്തിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെയും ഭരണഘടനയെ അട്ടിമറിച്ചിട്ടുള്ള ഒരു ഖിലാഫത്താണ്. അതിന്റെ മെസ്സേജുകളും കംപ്ലീറ്റ് അങ്ങനെയാണ്. അപ്പൊ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചെയ്യണം, വധിക്കണമെന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും അതിന്റെ ന്യായീകരണമാണ് കൊടുക്കുന്നത്. ഇതിനെ ഇന്ത്യയുടെ പ്രതിപക്ഷം, ഇന്ത്യ അലയൻസും കോൺഗ്രസും സതീശനും ഒക്കെ പിന്തുണയ്ക്കുന്നതിൻ്റെ അകത്തെ കാര്യങ്ങളും അന്വേഷിക്കും. അവരുടെ റോൾ എന്താണെന്ന് അന്വേഷിക്കണം. അവർ പറഞ്ഞിട്ടാണോ ഈ സിനിമ ഉണ്ടാക്കുക? കാരണം ഇതിനകത്ത് എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. രാജപ്പൻ, ഗോകുലം, ഈ പറഞ്ഞ ടീമുകളെല്ലാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പഴയ കമ്മികളാണ്. ഇപ്പൊ കോൺഗ്രസിലോട്ട് ഒഴുകി വന്നിട്ടുള്ള കമ്പനികളും സഹാത്തികളും ഒക്കെ, നവോത്ഥാനം സഹാത്തികളും 2-3 പേരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഇതിന്റെ ഈ ഗോദ്രയിലെ പാവപ്പെട്ട കർഷകരെ, പാവപ്പെട്ട ഹിന്ദു ആരാധകരെ, ശ്രീരാമന്റെ ആരാധകരെ 60 പേരെ ചുട്ടുകൊന്ന് ഡബിൾ ജീവപര്യന്തം 25 വർഷം തടവ് അനുഭവിക്കുന്നവരാണ് 10 കോൺഗ്രസ്സുകാരും 3-4 ഇമാമുകളും 30ഓളം ജിഹാദികൾ തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അവരെ പിടിച്ചാത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ന്യായീകരിക്കുകയാണ്, പാകിസ്ഥാനെ ന്യായീകരിക്കുകയാണ്, പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് എടുത്ത് വരുന്നവരെ ന്യായീകരിക്കുകയാണ്. അതിന് ഒരു ക്ഷമ അർഹിക്കുന്നില്ല. കൃത്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം. ഇത് കാരണം സിനിമാ മേഖല എന്ന് പറയുന്നത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഒക്കെയാണ്. അത് നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടേണ്ടത്, രാജ്യവിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനുമല്ല. അതുപോലെ കേരളത്തിലെ സിനിമാ രംഗത്ത് ഈ ജിഹാദി ഫണ്ട്, ഹലാൽ ഫണ്ട്, ടെറർ ഫണ്ട്, കണ്ടെയ്നർ മണി, വ്യാജ നോട്ട്, നാർജിഹാദ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു അന്വേഷണത്തിന് വിധേയനാണ്. ഒരു കാര്യവും കൂടെയുണ്ട്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ഹലാലേട്ടന്റെ ഭാഗം വരുമ്പം ഹലാലേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ആ ഭാഗം മൊത്തം മാറ്റി കളഞ്ഞിരിക്കുകയാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്താൽ കുഴപ്പമുണ്ടാവും എന്നാണ് പറയുന്നത്. എന്ത് കുഴപ്പമെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഈ ഹലാലേട്ടനെ രക്ഷിക്കേണ്ട ഒരാവശ്യമില്ല. ഹലാലേട്ടൻ ലെഫ്റ്റനന്റ് കേണൽ ആണേലും അയാളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ലെഫ്റ്റനന്റ് കേണൽ കുപ്പായി ഊരി വാങ്ങിച്ചിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിടിച്ചെടുത്തത് പബ്ലിഷ് ചെയ്യണം. അത് പബ്ലിഷ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ ഹലാലേട്ടനെ ശിക്ഷയ്ക്ക് വിധേയനാക്കണം. സ്ത്രീവിരുദ്ധനായ ഒരാൾ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാൻ പാടില്ല. അത് ആരാണെങ്കിലും സ്ത്രീവിരുദ്ധനായ ഒരാൾ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാൻ പാടില്ല. ആ കുപ്പായി ഊരി വെപ്പിച്ചിട്ട് ആളെ അകത്താക്കണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ എല്ലാ ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കണം. ഈ ഹലാലേട്ടനും ആൾക്കാരും ഈ കഴിഞ്ഞ 10-30 വർഷമായിട്ട് സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ അക്രമങ്ങളും പുറത്തു കൊണ്ടുവരണം. അതിൻ്റെ അകത്തൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണം സുപ്രീം കോടതിയിൽ. അതിൽ നടപടിയെടുക്കണം. അതിൽ മൊഴി കൊടുത്തവരും മുന്നോട്ട് വരണം. നാണക്കേടൊന്നും വിചാരിക്കേണ്ട, രാജ്യത്തിന് വേണ്ടിയാണ്. നാണക്കേട് ഇത്ര പറ്റിയാലും കുഴപ്പമില്ല. അവർ മുന്നോട്ട് വന്ന് ഈ മൊഴി കൊടുത്ത ആൾക്കാരോട്, ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ആൾക്കാരോട് ഞാൻ പറയുന്നത്, പരസ്യമായിട്ട് നിങ്ങൾ ആരോപണം ഉന്നയിക്കുക. ഈ രാജ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നാട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റാം, അതൊന്നും കാര്യമില്ല. കാരണം ഈ ഹലാലേട്ടനെയും പാർട്ടിയും തുറന്നു കാണിക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. അയാൾ കുറെ ഈ UPA ഭരണകാലത്താണ് അയാൾ ലെഫ്റ്റനന്റ് കേണൽ ആയത്. അതിൻ്റെ അകത്തെ അഴിമതി അന്വേഷിക്കണം. എങ്ങനെയാണ് ഇവനെ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയത്, എന്തുകൊണ്ടാണ് അവൻ ഇപ്പോഴും തുടർന്ന് അവന്റെ യൂണിഫോം അയച്ചു ഒപ്പിക്കാനുള്ള പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. ഇന്ത്യൻ ഏജൻസികളെയും അതിലെ ഉദ്യോഗസ്ഥന്മാരെയും ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയറക്റ്റ് അറ്റാക്ക് ഓൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിനേരെയുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് സിനിമയല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. സിനിമ എന്നുള്ള വ്യാജേനയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്ഷമിക്കാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് അർജന്റായിട്ട് നടപടി എടുക്കണം. ഇതിലെ പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അതിൽ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട്, അവർക്കെതിരെയും നടപടിയെടുക്കണം. എത്ര മിനിറ്റായി? ഓക്കെ. പ്രതികരണത്തിന് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.